അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൃഗസംരക്ഷണ വകുപ്പില് ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലാബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 614/2024 തസ്തികയിലേക്കുള്ള പരീക്ഷ ഇന്ന് നടന്നു അല്ലേ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ് ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. 2879 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്, അപേക്ഷകരുടെ എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിലൊക്കെ തന്നെ ഒരു മാറ്റം എല്ലാ ജില്ലയിലും ഉണ്ടായിരിക്കും. ഈ പരീക്ഷ നവംബർ 18 ഇന്ന് നടന്നു. അതിൻ്റെ രാവിലെ 7 മണി മുതൽ 8:50 വരെ ആയിരുന്നു പരീക്ഷ. 10 ജില്ലകളിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. 2879 പേരാണ് മൊത്തം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അതിൽ 64% ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലായി മൊത്തം 4331 അപേക്ഷകളായിരുന്നു ലഭിച്ചിരുന്നത്. അതിൽ 1452 പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടില്ല. അങ്ങനെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത്, 657 പേര്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്, 155 പേര്. അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത് കൊല്ലം ജില്ലയിൽ 229, ആലപ്പുഴ 204, കോട്ടയം 195, എറണാകുളം 262, തൃശ്ശൂർ 371, മലപ്പുറം 318, കോഴിക്കോട് 277, കണ്ണൂർ 211. ഇങ്ങനെയാണ് പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഓരോ ജില്ലയിലുമുള്ള കണക്കുകൾ. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പരീക്ഷ പ്രയാസമുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പലരും വിലയിരുത്തിയത്. ഓരോരുത്തർക്കും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ പരീക്ഷ പ്രയാസമുള്ളതായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും വ്യത്യസ്തമായിരിക്കും, കുറവായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ എടുത്താൽ ഒരു 50-നും 53-നും ഇടയ്ക്കിനുമൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെ. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ ഒരു 50-നും 51-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല എടുത്താൽ ഒരു 55-നും 53-നും ഇടയിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുത്താൽ ഒരു 51-നും 53-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ആലപ്പുഴ ജില്ലയിൽ കാണുന്നത്. കോട്ടയം ജില്ല എടുത്താൽ ഒരു 48-നും 50-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ ഒരു 53-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു 50-നും 52-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ നിൽക്കുന്നത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിലും ഏകദേശം ഒരു 56-നും 58-നും ഒക്കെ ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഒരു 53-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിലും 55-നും 57-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിന്റെ അടുത്ത ഇവരുടെ ചിന്ത വരുന്നത് എന്താണ്? ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കായിരിക്കും പ്രസിദ്ധീകരിക്കുന്നതെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ നാളെ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 120 ദിവസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ, മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ 120 ദിവസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഓരോ ജില്ലയിലും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കുകൾ അവരവർ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷ പൊതുവെ പ്രയാസമുള്ള പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.